നിന്നാണ് വെളിച്ചം നേടിയെടുക്കേണ്ടത്. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. പള്ളി നിർമ്മിക്കുക മാത്രമല്ല, ആ പള്ളിയിലേക്ക് അതാ വന്നുകൊണ്ടിരിക്കുന്നു. കച്ചവടമില്ലാത്തത് കൊണ്ടല്ല, കൃഷിയില്ലാത്തത് കൊണ്ടല്ല, ലൗകിക ഇടപാടുകളൊന്നുമില്ലാത്തത് കൊണ്ടല്ല. പള്ളിയിൽ നിന്നുള്ള വിളി വന്നാൽ, ദൈവത്തെ സ്മരിക്കാൻ വരണമെന്ന് പറഞ്ഞ വിളി കേട്ടാൽ, 5 നേര നമസ്കാരങ്ങൾക്കുള്ള വിളി കേട്ടാൽ അവരതാ ഓടി വന്നുകൊണ്ടിരിക്കുന്നു, പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എന്തിന്? ആ 5 നേര നമസ്കാരങ്ങൾ നിർവഹിക്കുന്നതിന് അവരുടെ കച്ചവടമാകട്ടെ മറ്റിടപാടുകളാകട്ടെ അവർക്ക് തടസ്സമാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പള്ളി ദിവ്യ വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. അത്തരം ഒരു കേന്ദ്രമാവണം. ഇവിടെ വെളിച്ചമുണ്ടായാൽ പോരാ, ആ വെളിച്ചം ഇതിന്റെ പരിസരത്തേക്ക് പ്രസരിക്കണം. ആ വെളിച്ചം പരിസരത്തേക്ക് പ്രസരിക്കണമെങ്കിൽ, പരിസരത്തുള്ളവർക്ക് ആ വെളിച്ചം ലഭിക്കണമെങ്കിൽ, വെളിച്ചം തേടിയവർ ഈ പള്ളിയിലെത്തണം. പള്ളിയിൽ വന്നവൻ ആ വെളിച്ചം ലഭിക്കണം. അതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് പറയും, അല്ലാഹുമ്മ ജഅൽനീ നൂറാ. പള്ളിയിലേക്ക് കടക്കുന്നത് വരെ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടുന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുവേ എനിക്ക് നീ വെളിച്ചം നൽകണമേ. വജഅൽ ഫീ ഖൽബി നൂറാ. എന്റെ ഹൃദയത്തിലും വെളിച്ചം തരണമേ. എന്റെ മുമ്പിലും എന്റെ കണ്ണിലും വെളിച്ചം തരണമേ. എന്റെ കാതിലും വെളിച്ചം തരണമേ. എന്റെ മുന്നിലും പിന്നിലും വെളിച്ചം തരണമേ. എന്റെ ഇടവല ഭാഗങ്ങളിൽ വെളിച്ചം തരണമേ. എന്റെ മീതെയും താഴെയും വെളിച്ചം തരണമേ. അല്ലാഹുമ്മ അഅ്തിനീ നൂറാ. അല്ലാഹുവേ, ആ വെളിച്ചം, നിന്റെ വെളിച്ചം, ദിവ്യ വെളിച്ചം എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രവാചകൻ പള്ളിയിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നത്. ഈ നിലയ്ക്ക് ഈ വെളിച്ചം കൊതിച്ചുകൊണ്ട്, വെളിച്ചം തേടിക്കൊണ്ട്, വെളിച്ചം ആഗ്രഹിച്ചുകൊണ്ട്, വെളിച്ചത്തിനായി കേണപേക്ഷിച്ചുകൊണ്ട്, വെളിച്ചത്തിന് വേണ്ടി വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നാം പുറപ്പെടുമ്പോൾ, ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത് നാട്ടുവർത്തമാനം പറയാനല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയാനല്ല. നേരെ മറിച്ച് ഈ പള്ളിയിലേക്ക് കടന്നു വരുന്നത് ദിവ്യ വെളിച്ചം നേടിയെടുക്കുവാനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ മുഴുവൻ വെളിച്ചവും തന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ലഭിക്കേണ്ടത് പള്ളിയിൽ നിന്നാണ്. ആ പള്ളിയിലേക്ക് കടന്നു വരിക വഴി 5 നേര നമസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു കൊണ്ടാണ് അല്ലാഹുമായുള്ള ബന്ധം സുദൃഢമാക്കുന്നത്. ആ ബന്ധത്തിലൂടെ ദിവ്യ വെളിച്ചം നേടിയെടുക്കുന്നത്. ആ വെളിച്ചം തന്റെ കണ്ണിലും തന്റെ കാതിലും തന്റെ മുമ്പിലും തന്റെ പിന്നിലും തന്റെ ഹൃദയത്തിലും അതേപോലെ തന്നെ തന്നെ നയിക്കുന്നത് ആ വെളിച്ചമാവണം. ആ വെളിച്ചത്തിലൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. ആ തരത്തിൽ ഈ ദിവ്യ വെളിച്ചത്തിനായി കേണപേക്ഷിച്ചുകൊണ്ട് പള്ളിയിലേക്ക് കടന്നു വരണം. ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി, ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് സാധാരണ വെള്ളിയാഴ്ച രാവിലും അതേപോലെ തിങ്കളാഴ്ച രാവിലും പ്രത്യേകമായ ദിക്റിന്റെ ഹൽഖകൾ ഇരിക്കാറുണ്ട്. അത്തരത്തിലുള്ള പ്രത്യേക ദിവസങ്ങളിൽ പ്രത്യേക രൂപത്തിലുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിൽ ഇരിക്കണമെന്ന് അല്ലാഹുവോ അവന്റെ റസൂലോ പഠിപ്പിച്ചതല്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ പള്ളിയിൽ വിശ്വാസികൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ദിക്റിന് വേണ്ടി എന്ന് തുടങ്ങിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഓർക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റൊരു വചനത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചത്, എന്ന വചനത്തിലൂടെ അവിടുന്ന് പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടുകയും എന്നിട്ട് അല്ലാഹുവിന്റെ കിതാബായ ദിക്ർ അവർ പാരായണം ചെയ്യുകയും, അതെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വ ഖുർആനുൻ മുബീൻ. ഈ വിശുദ്ധ ഖുർആൻ ദിക്റാണ്. അത് അല്ലാഹുവിനെ ഓർക്കുവാൻ അവനെ സംബന്ധിച്ചുള്ള ഉത്ബോധനം ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ തന്നെ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന, ഓതിക്കൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഗ്രന്ഥം കൂടിയാണത് എന്നാണ് ഖുർആനിനെ സംബന്ധിച്ച് പറയുന്നത്. അത്തരത്തിലുള്ള ആ ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്
അവർ പരസ്പരം ആ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിക സൂക്തങ്ങൾ അവർ ചർച്ച ചെയ്ത് പഠിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പള്ളിയിൽ വന്ന് ബാങ്ക് വിളി കേട്ട് നമസ്കരിക്കുന്നത് പോലെ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി ഖുർആനിന്റെ അർത്ഥം പഠിച്ച് അങ്ങനെ ഖുർആൻ പഠിക്കുന്ന ആളുകളിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നവരെ ആവരണം ചെയ്യുന്നു. വനസലത്ത് അലൈഹിമുസ് സകീന, മാലാഖമാരെ വരെ ചുറ്റിപ്പൊതിയുക മാത്രമല്ല, ആ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്നവരെ മൂടുക മാത്രമല്ല, സകീനത്തിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നിടത്ത് പ്രത്യേകമായി ഇറങ്ങി വരുന്ന സമാധാനത്തിന്റെ ദൂതന്മാർ അവിടെ വന്നുകൊണ്ടതാ ആ തീർച്ചയായും അവരെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയാണ് ഈ പള്ളി ദിവ്യ വെളിച്ചം, അല്ലാഹുവിനെ പറ്റിയുള്ള ഉത്ബോധനം ഉൾക്കൊള്ളുന്ന ഖുർആൻ, ആ ഖുർആൻ ഓതുകയും അതിന്റെ അർത്ഥം വിവരിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ പള്ളിയിൽ ഒരുമിച്ചിരുന്നത് പഠിക്കുന്ന ആളുകളിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നു. അല്ലാഹു തന്റെ അടുക്കലുള്ള മുഖർറബീങ്ങളായ മലക്കുകളോട് അവരെ പറ്റി പറയുകയും ചെയ്യുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളിൽ രണ്ടു കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചതോ മുസ്ലിമീങ്ങൾ മാത്രം തുടങ്ങി വെച്ചതോ അല്ല. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ എന്ന് മനസ്സിലാക്കിയോ അന്ന് മുതൽക്ക് ആ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി സൃഷ്ടാവിന്റെ കൽപ്പന ഉണ്ടായിട്ടുണ്ട്. ഭൂമുഖത്ത് മനുഷ്യൻ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച ഒന്നാമത്തെ ഭവനമാണ് മക്കയിലുള്ള ആ വിശുദ്ധ ഗേഹം. അതേപോലെ തന്നെ എവിടെയൊക്കെ മനുഷ്യൻ താമസിക്കുന്നുവോ അവിടങ്ങളിലൊക്കെ തന്നെ മനുഷ്യന് സൃഷ്ടാവിനെ ആരാധിക്കുവാനുള്ള ആരാധനാലയങ്ങൾ വേണം. ഈ ആരാധനാലയങ്ങളാണ് ഭൂമുഖത്തുള്ള സ്ഥലങ്ങൾ. ഭൂമിയിൽ സൃഷ്ടാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, ഭൂമിയിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന പള്ളികളാണ്, മസ്ജിദുകളാണ്. ആര് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചുവോ അല്ലാഹു അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കും. മറ്റൊരു ഹദീസിൽ ഏത് രൂപത്തിലുള്ള പള്ളിയാണോ നിർമ്മിച്ചത് ആ രൂപത്തിലുള്ള ഒരു വീട് അയാൾക്ക് നിർമ്മിച്ചു കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ശ്രേഷ്ഠമായ ഒരു കർമ്മമാണതെന്നും ആ പള്ളികൾ എന്തിനു വേണ്ടി? അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി, ആ ദിവ്യ വെളിച്ചം സ്വീകരിക്കുവാൻ വേണ്ടി. അതെ, പ്രവാചകനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, ആ പ്രവാചകൻ സിറാജം മുനീറാ, പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കാണ്, വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവാചകൻ. ആ പ്രവാചകൻ അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, അത് ജാഅക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു. നൂറുൻ നൂറുൻ വകിതാബും മുബീൻ, പ്രകാശം വന്നിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന്. ഏതാണ് ആ പ്രകാശം? വിശുദ്ധ ഖുർആനാണ്. പ്രകാശം പരത്തുന്ന വെളിച്ചമാകുന്ന വിളക്കാകുന്ന പ്രവാചകൻ, ആ പ്രവാചകനാണ് പ്രകാശമാകുന്ന ഖുർആൻ അവതരിച്ചു കിട്ടിയത്. ആ പ്രവാചകനാണ് ഈ ഖുർആൻ ലോകത്തിന് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല. ഈ ദൈവവിശ്വാസവും അല്ലാഹുവിനുള്ള വിശ്വാസവും അല്ലാഹുവിനെ ആരാധിക്കലും അവന്റെ മുമ്പിൽ തലകുനിക്കലും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കലും, ഇത് ഇവിടെയുള്ള ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ മെമ്പർഷിപ്പ് എടുത്ത നാലാളുകളുടെ മാത്രം കാര്യമല്ല, അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ മാത്രം കാര്യമല്ല. ഈ ഭൂമുഖത്തെ, ഈ പ്രപഞ്ചത്തെ, അഖിലാണ്ട് പ്രപഞ്ചങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ്, അവന്റെ സന്ദേശമാണ്, അവന്റെ ആജ്ഞയാണ്. അതിഷ്ടമുള്ളവർക്ക് കേൾക്കാം, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം. മതത്തിന്റെ ധർമ്മം അതാണ്, പള്ളിയുടെ ധർമ്മവും അതാണ്. ഇത് സന്മാർഗം, ഇത് ദുർമാർഗം. പ്രവാചകന്മാരുടെ ധർമ്മം, മതാധ്യാപകന്മാരുടെ ധർമ്മം, വേദഗ്രന്ഥങ്ങളുടെ ധർമ്മം ദുർമാർഗത്തെ സന്മാർഗത്തെ വേർതിരിച്ചു കാണിക്കലാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. ഈ മതത്തിൽ നിർബന്ധമില്ല. നിർബന്ധിച്ച ആളുകളെ